എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ നാളത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ പങ്കജ് ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ പൂജയാണെങ്കിലോ പങ്കജിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇതെന്താ പങ്കജ്, ഇത്രയധികം ലൈറ്റും മ്യൂസിക്കും ഒക്കെ ആയിട്ട് എന്താ ഇന്ന് വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും പങ്കജ് പറയാണ്, പൂജ നിനക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇതൊക്കെ എൻജോയ് ചെയ്തോന്നും പറഞ്ഞ് പങ്കജ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ പൂജയാണെങ്കിലോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പങ്കജ്, ദേ ഈ സെറ്റപ്പ് ഒക്കെ നല്ല ഭംഗിയുണ്ട്, നീ ഇത് എത്ര സമയമെടുത്ത് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതെ പൂജ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, ഈ പാട്ടിനനുസരിച്ച് നമുക്കൊന്ന് ഡാൻസ് ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ പൂജയാണെങ്കിലോ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ ആ ഒരു പാട്ടിനനുസരിച്ച് ചുവട് വയ്ക്കുകയാണ്. അപ്പം ഈ സമയത്താണെങ്കിൽ നമ്മുടെ പൂജ പോയിട്ട് ഒരുപാട് സമയമായി, എന്തായി എങ്ങനെയായി എന്നറിയാതെ രഞ്ജിതയും അതുപോലെ അരവിന്ദനും കൂടി ടെറസിലേക്ക് വരികയാണ്. അപ്പം ഇവർ വരുമ്പോൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ പങ്കജിനോടൊപ്പം ഡാൻസ് ചെയ്യുന്ന പൂജയാണ്. ഇത് കണ്ടത് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ വളരെയധികം ഹാപ്പിയായി. രഞ്ജിത ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ദേ ഇത് കണ്ടോ, നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സാധിക്കുന്നത്. പെട്ടെന്ന് അരവിന്ദൻ പറയുന്നുണ്ട്, എടി നിന്റെ മോൻ എന്തായാലും മിടുക്കൻ തന്നെയാണ്, നമ്മൾ 4 മാസത്തെ സമയമാണ് അവന് കൊടുത്തത്, ഇതിപ്പോൾ 4 മാസമൊന്നും വേണ്ടി വരില്ല, മിക്കവാറും അടുത്ത മാസം തന്നെ ഇവരുടെ കെട്ട് നമ്മൾ നടത്തേണ്ടി വരും, നല്ല സൂപ്പർ ജോഡിയാണ് എന്നൊക്കെ പറഞ്ഞ് അരവിന്ദനും ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അച്ഛനും അമ്മയും ഇതൊക്കെ നോക്കി നിൽക്കുന്ന കാര്യം നമ്മുടെ പങ്കജ് കാണുകയാണ്. പങ്കജാണെങ്കിൽ ഡാൻസ് ചെയ്യൽ നിർത്തി, പൂജയ്ക്കാണെങ്കിൽ ഭയങ്കര നാണം. അങ്ങനെ പൂജയാണെങ്കിൽ പങ്കജാണെങ്കിലും രണ്ടുപേരും കൂടി രഞ്ജിതയുടെ അടുത്തേക്ക് വന്ന പാടെ തന്നെ ഇതെന്താണ് ഞാൻ ഈ കാണുന്നതെന്ന് പറഞ്ഞ് രഞ്ജിതയാണെങ്കിലോ രണ്ടാളെയും ഇങ്ങനെ കളിയാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നാണം കൊണ്ട് നമ്മുടെ പൂജയാണെങ്കിലും അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ നില്ല, എനിക്ക് സംസാരിക്കാനുണ്ട്, ഞാൻ എന്താ ഈ കണ്ടത്, അതാൻറ്റി പങ്കജ് നിർബന്ധിച്ച കൊണ്ട് മാത്രമാണ് ഞാൻ ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ അവിടുന്ന് ഊരിപ്പോവാൻ നോക്കുക. പെട്ടെന്ന് തന്നെ എൻ്റെ മോള് വളരെ നന്നായിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ, ആൻറ്റിക്ക് എന്നും കാണണം മോളുടെ ഈ സന്തോഷമൊക്കെ എന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പം പൂജയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിയാം രഞ്ജിത ഏതൊക്കെ രീതിയിൽ കളിക്കുമെന്നുള്ള കാര്യം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പൂജ ആ വീട്ടിൽ നിൽക്കുന്നതും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പങ്കജ് വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേ ഇനിയിപ്പോൾ ഞാൻ ഔട്ടാകുമോ, നീ ഔട്ടൊന്നും ആവില്ലടാ, ദേ ഇവളോടും എനിക്ക് നിന്നോടുള്ളതുപോലെ തന്നെ സ്നേഹമുണ്ടെന്നും പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തുമ്പോഴത്തേക്കിനും രഞ്ജിതാൻ്റിയുടെ ദുഷ്ടമനസ്സ് നമ്മുടെ പൂജ കാണുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് സിദ്ധാർത്ഥ് സരസ്വതി അമ്മയുടെ അടുത്ത് വന്ന് പറയുകയാണ്, അതെ അമ്മ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല, കുറച്ചു കാലം കൂടി ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ഈ നാട്ടിൽ നിൽക്കുന്നുള്ളൂ, ഞാനിവിടെ നിൽക്കുന്നത് മറ്റാരെക്കാട്ടിലും പ്രശ്നമാകുന്നത് സുമിത്രയ്ക്ക് തന്നെയാണല്ലോ, അതുകൊണ്ട് ഞാൻ തിരികെ US പോവുകയാണ്. പിന്നെ അതിനു മുന്നേ എനിക്കൊരാഗ്രഹമുണ്ട്, അമ്മയും സുമിത്രയും എല്ലാവരും കൂടി ശ്രീനിലയത്തിൽ താമസിക്കുന്ന ആ ഒരു ദിവസം അതെനിക്ക് യാഥാർത്ഥ്യമാക്കി എടുക്കണമെന്നും പറഞ്ഞ് സിദ്ധാർത്ഥ് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മ പറയുന്നുണ്ട്, എടാ മോനെ നിന്നോട് എത്ര പ്രാവശ്യം അമ്മ പറഞ്ഞത്, നീ അവളെക്കുറിച്ച് ചിന്തിക്കാതെ നീ എന്നെക്കുറിച്ചും നിന്റെ മക്കളെക്കുറിച്ചും ചിന്തിക്ക്, പിന്നെ നീ എന്തിനാ വിദേശത്തേക്ക് മടങ്ങിപ്പോകുന്നത്, നിനക്ക് ഞങ്ങളെല്ലാവരും ഇല്ലേന്ന് പറയുമ്പം അത് അങ്ങനെയല്ലമ്മ കാര്യങ്ങൾ, ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാകില്ല, ഞാൻ മറ്റാരെക്കാട്ടിലും ഏറ്റവും അധികം സ്നേഹിക്കുന്നത് സുമിത്രയെ തന്നെയാണ്, എനിക്ക് അവളോടൊപ്പം ഉള്ളൊരു ജീവിതം അത് ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് തിരികെ വന്നത് എന്നുള്ള കാര്യമൊക്കെ സിദ്ധു പറയുമ്പം അങ്ങോട്ടേക്ക് നമ്മുടെ അനി വരികയാണ്. അപ്പം അനിരുദ്ധ് വന്നതും, മോനെ അനിരുദ്ധേ അച്ഛന് ഒരു സ്ഥലം വരെ പോകാനുണ്ട്, മോൻ അച്ഛനോടൊപ്പം വരുമോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ എവിടെയാ പോകാനുള്ളതെന്ന് വെച്ചാൽ പറയും, ഞാൻ വരാമല്ലോ എന്ന് പറയുകയാണ് അനിരുദ്ധ്. പെട്ടെന്ന് തന്നെ നമുക്ക് കാണേണ്ടത് പരമശിവത്തെയാണ്. അവൻ ഇനി എന്തായാലും ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാകില്ലല്ലോ, ദീപുവിനെ വരെ ട്രാപ്പ് ചെയ്തു, ദീപുവിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തത് ഞാൻ തന്നെയാണ്, അതുകൊണ്ട് ഇനി എന്ത് വില കൊടുത്തും ശ്രീനിലയെ നമുക്ക് തിരികെ പിടിക്കണം. അപ്പം അതിനുവേണ്ടി അനിരുദ്ധിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ സുമിത്ര വന്ന് പറയുകയാണ്, അതെ മോനെ അനി സൂക്ഷിച്ചു വേണം പരമശിവമായിട്ട് ഇടപെടാനായിട്ട്, എന്തൊക്കെ വന്നാലും അവൻ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ആളെ അല്ല, അവന് പിന്നിൽ മറ്റാരൊക്കെയോ കളിക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവൻ്റെ അടുത്ത് പോയി സംസാരിക്കാവുള്ളൂ എന്നുള്ളൊരു ഉപദേശവും കൊടുക്കുകയാണ്. അങ്ങനെ അനിരുദ്ധും നമ്മുടെ സിദ്ധുവും കൂടി നേരെ പോവുകയാണ് പരമശിവത്തിൻ്റെ വീട്ടിലേക്ക്.
അപ്പം ഇവരങ്ങനെ പോകുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അനന്യയും സ്വരമോളയുമാണ്. അപ്പം അനന്യ അടുക്കളയിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം ശീതളാണെങ്കിലോ തൻ്റെ ഏട്ടത്തിയമ്മയെ കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്യുന്നില്ല. അപ്പം സുമിത്ര അങ്ങോട്ട് വന്ന സമയത്ത് നമ്മുടെ അനന്യ പറയുന്നുണ്ട്, അമ്മ ഞാൻ ഇവളോട് സംസാരിക്കാൻ ചെന്നിട്ടും ഇവൾ എന്നോട് അധികം ഒന്നും സംസാരിക്കുന്നില്ലല്ലോ. ശീതളിന് എന്താ പറ്റിയത് മോളെ? അവള് സച്ചിനുമായിട്ട് പിണങ്ങി നിൽക്കുകയല്ലേ, അതിൻ്റെയൊക്കെ സങ്കടമായിരിക്കും. അമ്മ അവളോട് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളാന്നും പറഞ്ഞ് അനന്യയെ ആശ്വസിപ്പിക്കുമ്പോൾ സ്വരമോള് വന്നിട്ട് പറയുക, മമ്മി വാ മമ്മി നമുക്ക് കളിക്കാന്നും പറഞ്ഞ് സ്വരയാണെങ്കിലും അനന്യയെ വിളിച്ച് റൂമിലേക്ക് പോവുക. അപ്പം ഈ സമയം തന്നെ നല്ല രീതിയിൽ വിനിയോഗിക്കാം. ശീതളിനോട് സംസാരിച്ചിട്ട് തന്നെ ബാക്കി കാര്യമൊന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ആണെങ്കിലോ ശീതളിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും ശീതൾ പറയാണ്, അമ്മയ്ക്കിപ്പം എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എൻ്റെ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാക്കാനോ ഒന്നും നേരെ ഇല്ലല്ലോ. അമ്മയ്ക്ക് ആകെ മൊത്തം നേരം ഉള്ളത് അനിയേട്ടൻ്റെ കാര്യത്തിലും പ്രതീക്ഷേട്ടനെ കണ്ടെത്തുന്ന കാര്യത്തിലും ഒക്കെയാണ്. അതുകൊണ്ട് ഇനി എനിക്ക് അമ്മയോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ഈ വീട്ടിലെ ജോലികൾ ചെയ്ത് മാത്രം ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി മാത്രം മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ചോദിക്കുക. അപ്പം ഈ കാര്യങ്ങളൊക്കെ അപ്പുറം ഒളിച്ചു നിന്ന് നമ്മുടെ സരസ്വതി അമ്മ കേൾക്കുകയാണ്. സരസ്വതി അമ്മയുടെ കുത്തിത്തിരിപ്പാണല്ലോ ഇപ്പം ശീതൾ ഈ രീതിയിലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ സംസാരിക്കുകയും അമ്മയെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ശീതൾ ഇങ്ങനെയൊക്കെ ഇടഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സരസ്വതി അമ്മ ഒരാളുടെ പങ്കുകൊണ്ട് മാത്രമാണ്. അങ്ങനെ ശീതൾ പറയാണ്, അമ്മേ എനിക്ക് സച്ചിനെ എത്രമാത്രം ഇഷ്ടമാണ് എന്നുള്ള കാര്യം മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അമ്മയ്ക്ക് അറിയാവുന്നതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം എടുക്കാത്തതെന്ന് ശീതൾ ചോദിച്ചതും സുമിത്ര പറയുന്നുണ്ട്, മോളെ നിന്നെ ഇത്രയും കാലവും ടാബ്ലറ്റ് തന്ന് പറ്റിച്ചുകൊണ്ടിരുന്നത് അത് അമ്മ വന്നതിന് ശേഷമല്ലേ എൻ്റെ മോള് മനസ്സിലാക്കിയത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവൻ നല്ല രീതിയിൽ ഡ്രഗ് കഴിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും നീ അറിയാതെയല്ലേ അവനോടൊപ്പം ജീവിച്ചത്. അവൻ്റെ പീഡനങ്ങളും അവൻ്റെ ഉപദ്രവവും ഒക്കെ സഹിച്ച് ഒരുപാട് നാൾ നീ കഷ്ടപ്പെട്ടതല്ലേ. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ എടിപിടിയെന്നും പറഞ്ഞ് അങ്ങ് ചെന്നാൽ ശരിയാകില്ല. അവനെ എവിടെയെങ്കിലും കാണിക്കണം. ഏതെങ്കിലും ഒരു ആശുപത്രി കാണിച്ചിട്ട് കൗൺസിലിംഗ് വേണം, കൗൺസിലിംഗ് കൊടുക്കണം. അല്ലാതെ ചുമ്മാ നിന്നെ അങ്ങ് തള്ളി വിടാനായിട്ട് എനിക്കത് സാധ്യമല്ല എന്നും പറഞ്ഞ് സുമിത്ര കാര്യങ്ങളൊക്കെ പറയുമ്പം ശീതളിന് ഏകദേശം തൻ്റെ അമ്മ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെയാണ് ശരിയെന്ന് മനസ്സിലാകുക. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിലോ, ചേടാ ഞാൻ ഈ കണ്ട പാട് മുഴുവൻ കഴിച്ചിട്ട് ഇവൾ വീണ്ടും ശീതളിനെയും സച്ചിനെയും തമ്മിൽ അകറ്റാനുള്ള പണിയാണല്ലോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? സുമിത്രേ നീ അങ്ങ് മാറ്. നിന്റെ മകളെ ഞാൻ ഇനി ഇവിടെ നിർത്തില്ലടി. അവളെ ഞാൻ അവളുടെ കെട്ടിയവൻ്റെ കൂടെ തന്നെ വിടും എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി അവിടെ നിന്ന് പെറുപെറുക്കാണ്. അങ്ങനെ നമ്മുടെ സുമിത്ര അപ്പുറത്തേക്ക് പോയി. അപ്പോഴത്തേക്കിനും നമ്മുടെ പൂജയാണെങ്കിലോ അമ്മയെ വിളിക്കുക. അപ്പം സുമിത്രയെ വിളിച്ചതും പൂജ വളരെ സന്തോഷത്തിലാണ് സംസാരിക്കുന്നത്. പൂജയോട് സുമിത്ര പറയുന്നുണ്ട്, മോളെ ദേ സിദ്ധു നാട്ടിൽ നിന്ന് മടങ്ങിപ്പോകാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് ഇനി മോൾക്ക് ആരെയും പേടിക്കണ്ടല്ലോ. എൻ്റെ മോള് പഴയതുപോലെ തന്നെ അമ്മയുടെ അടുത്തേക്ക് വരണമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ അമ്മയെ കാണാൻ തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. ഞാനും അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസം ഞാൻ വരാമേന്നുള്ള വാക്ക് നമ്മുടെ പൂജ കൊടുക്കുമ്പം എന്നാൽ ഒരു കാര്യം ചെയ്യാം മോളെ, അനിയേട്ടനെ അമ്മ അങ്ങ് പറഞ്ഞു വിടാം. നീ അവൻ്റെ കൂടെ ഇങ്ങ് വന്നാൽ മതിയെന്ന് പറയുമ്പോൾ എന്നാ ആയിക്കോട്ടെ. എന്തായാലും എനിക്കിവിടെ രഞ്ജിതാൻ്റിയുടെ വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേ. ഞാനിപ്പോൾ വളരെയധികം ഹാപ്പിയാണ്. എൻ്റെ ആ ഒരു മൂഡൊക്കെ ഇപ്പോൾ ചേഞ്ചായി. ഇനിയിപ്പം അച്ഛമ്മ 2 പറഞ്ഞാലും തിരിച്ച് 2 പറയാനുള്ള ആരോഗ്യമൊക്കെ എനിക്ക് ഉണ്ടെന്നും പറഞ്ഞ് പൂജ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ സുമിത്രയാണെങ്കിലോ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്യുക. പിന്നീട് നമ്മുടെ സരസ്വതി അമ്മ നേരെ പോവുകയാണ് ശീതളിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ശീതളിനോട് വീണ്ടും പറയുന്നുണ്ട്, എടി നിന്റെ അമ്മ നിന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കുന്നത് എന്താണെന്ന് നിനക്ക് അറിയാവോ? ഈ വീട്ടിൽ ഇപ്പം നീ ഒരു വേലക്കാരിക്ക് തുല്യമാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അനന്യ ഈ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യം സഹായിക്കുന്നുണ്ടോ നിന്നെ? ഇല്ലല്ലോ. അവൾ ഫുൾ ടൈമും കൊച്ച്, അവളുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. പക്ഷേ നീയാണെങ്കിലോ നീ ഈ വീട്ടിൽ ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നും പറയാതെ ഇവിടെയുള്ള ജോലിയും ചെയ്ത് ജീവിക്കുക. നീ ചിന്തിച്ച് നോക്ക്, സച്ചിൻ്റെ അടുത്തേക്ക് നിനക്ക് പോകാൻ തോന്നുന്നില്ലേ? ഏതൊരു പെണ്ണുങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണമെന്നൊക്കെ നീ ചിന്തിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും എരിപിരി കയറ്റി കൊടുക്കുമ്പം ശീതളിന് വീണ്ടും ആലോചന വന്നു. ശീതൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും? സച്ചിനെ എങ്ങനെയും ഒന്ന് വിളിച്ചു വരുത്തിയാലോ? മോളെ നിനക്ക് സച്ചിനെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അച്ചമ്മ അതിനുള്ള അവസരം ഉണ്ടാക്കി തരാടി. നീ പേടിക്കൊന്നും വേണ്ടാന്നും പറഞ്ഞ് അച്ചമ്മ ശീതളിനെ പറഞ്ഞ് മനസ്സിലാക്കുമ്പം ശീതൾ സച്ചിനെ കാണാനുള്ള ഒരു ആഗ്രഹം പുറപ്പെടുവിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ വരുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്